ഹോർമുസ് കടലിടുക്ക് ഉടൻ തുറന്നുകൊടുത്തില്ലെങ്കിൽ ഇറാന്റെ ഊർജോൽപാദന കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റിന്റെ മുന്നറിയിപ്പ്. ഖർഗ് ദ്വീപിലെ എണ്ണപ്പാടങ്ങളും US ലക്ഷ്യമിടുമെന്ന് ട്രൂത്ത് പോസ്റ്റിൽ ട്രംപ് വ്യക്തമാക്കി. ഇറാൻ വൈകാതെ സമാധാന ധാരണയിൽ എത്തണമെന്നും മുന്നറിയിപ്പിലുണ്ട്. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, ഹോർമുസ് കടലിടുക്ക് ഉടൻ തുറന്നുകൊടുത്തില്ലെങ്കിൽ ഇറാന്റെ ഊർജോൽപാദന കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? പക്ഷേ തീർച്ചയായും ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുക്കുക, അതുപോലെ തന്നെ സമാധാനപരമായ ധാരണയിലേക്ക് ഉടൻ എത്തുക എന്ന നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ട്രംപ് നൽകിയിരിക്കുന്നത്. തന്റെ സമൂഹമാധ്യമ കുറിപ്പിൽ വളരെ കൃത്യമായി അത് നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്, നേരത്തെ 10 ദിവസത്തേക്ക് ആക്രമണം ഉണ്ടാകില്ല ഊർജോൽപാദന കേന്ദ്രങ്ങളിൽ എന്ന നിലപാട് കൃത്യമായി അറിയിച്ചിരുന്നുവെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ ഈ 10 ദിവസത്തിനുള്ളിൽ ആക്രമണം ഉണ്ടാകില്ല എന്ന നിർദ്ദേശം നൽകിയ അതേ പ്രദേശങ്ങളിൽ ആക്രമണം ഉണ്ടാകും. ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുക്കാനുള്ള തയ്യാറെടുപ്പ് ഉണ്ടായില്ലെങ്കിൽ അത്തരം നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് കൃത്യമായി ട്രംപ് തന്റെ സമൂഹ മാധ്യമ കുറിപ്പിൽ അറിയിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ട്രംപിന്റെ സമൂഹ മാധ്യമ കുറിപ്പിൽ തന്നെ പരാമർശിക്കുന്നത് ഒരു സമാധാന ധാരണയിലേക്ക് എത്താനുള്ള നീക്കങ്ങളും ഉടൻ നടത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഈ വൈദ്യുതോൽപാദന കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ആക്രമണം നടത്തുമെന്ന വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് തന്നെയാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. തീർച്ചയായും ഇത് യുദ്ധത്തിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. US സൈനികരെ വിന്യസിക്കുന്നതും ഖർഗ് ദ്വീപിലെ ഈ എണ്ണപ്പാടങ്ങളെ ആക്രമിക്കുമെന്ന നിലപാടൊക്കെ സ്വീകരിക്കുന്നത്, എണ്ണപ്പാടങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എണ്ണപ്പാടങ്ങൾ നിയന്ത്രണത്തിലാക്കുമെന്ന നിലപാട് ട്രംപ് അറിയിച്ചിരുന്നു. അത്തരം നീക്കങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഖർഗ് ദ്വീപിലെ പൂർണ്ണ സൈനിക സംവിധാനങ്ങളും തകർത്ത് കളഞ്ഞ് ഇവിടെയുള്ള ഓയിൽ റിഫൈനറിയും അതുപോലെ ബന്ധപ്പെട്ട സംവിധാനങ്ങളും മാത്രമാണ് നിലനിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ അതിശക്തമായ ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ട്രംപ് പറയുന്നത്. അതിനു മുമ്പ് സമാധാന ധാരണയിലും ഹോർമുസ് തുറന്നു കൊടുക്കാനുള്ള നീക്കങ്ങളിലും ഉടൻ എത്തിയില്ലെങ്കിൽ ഇത്തരം നീക്കങ്ങളിലേക്ക് അമേരിക്ക കടക്കുമെന്ന നിലപാട് വളരെ കൃത്യമായി തന്റെ സമൂഹ മാധ്യമ പോസ്റ്റിൽ ട്രംപ് അറിയിച്ചിരിക്കുകയാണ്. അക്ഷയ.